ഹലോ എവറി വൺ. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇങ്ങനെ ലോ ബീം ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോ ബീം ലെഫ്റ്റിൻ്റെ ബൾബ് പോയതോ അതോ അല്ലെങ്കിൽ കണക്ടർ ലൂസാണോ അങ്ങനെ എന്തെങ്കിലുമാണ് വിഷയം, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് മെർസിഡീസ് GL350 ആണ്. മെർസിഡീസിൻ്റെ ഏത് വണ്ടി ആയാലും ഇങ്ങനെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇൻഫർമേഷൻ വരും. നമുക്ക് ബോണ്ട് തുറന്ന് നോക്കാം എന്താ വിഷയമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലോ ബീമാണ് പ്രൊജക്ടേഴ്സ്, ഹൈ ബീം നമ്മുടെ ഹാലോജൻ ബൾബാണ്. ബാക്കിയെല്ലാം ലൈറ്റും കത്തുണ്ട്. ലെഫ്റ്റ് സൈഡിൻ്റെ ഹാലോജൻ കത്തുണ്ട്. ലോ ബീം ആയിട്ടുള്ള പ്രൊജക്ടർ ലാമ്പ് കത്തണില്ല. ഇതിന് ബൈസനോൺ ലൈറ്റ്സ് എന്നൊക്കെയാണ് പറയണത്, HIDs. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആദ്യം ഇഗ്നിഷൻ ഓഫാക്കി കീ ഊരി വയ്ക്കാം. ഇത് ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ വർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും സേഫ്റ്റി മസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ബോണ്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലൈറ്റ് ഇതിൻ്റെ അകത്താണ്. കുറച്ച് ടൈറ്റ് സ്പേസ് ആണ്. അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ നിങ്ങൾക്ക് കാണാം. ആ കവറ് ട്വിസ്റ്റ് ചെയ്ത് തുറന്ന് എടുക്കാം. അതിൻ്റെ അകത്താണ് ഈ HIDs ബൈസനോൺ ലൈറ്റ്സ് കിടക്കുന്നത്, ബൾബ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് എടുത്ത് വെളി എടുക്കാതെ, സ്പേസ് കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടാണ്. പക്ഷെ നമുക്കിത് ഊരിയെടുക്കാം. എന്നിട്ട് സ്ലോലി പൈപ്പിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വലിച്ചെടുക്കാം. സോ സ്പേസിൻ്റെ വളരെ ഒരു പരിമിതി ഉണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ കണക്ടർ ഊരാൻ ഭയങ്കര എളുപ്പമാണ്. സിൽവർ കളറിൻ്റെ ആ കണക്ടറാണ്. താഴേക്ക് പുഷ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കണക്ടർ തുറന്നു പോരും. ആ സിൽവർ കളറിൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണം, അതിനാണ് HID ബൈസനോൺ ലൈറ്റ്സ് എന്ന് പറയുന്നത്, HIDs എന്ന് പറയുന്നത്. സോ അത് താഴേക്ക് പുഷ് ചെയ്ത് അത് ഊരിപ്പോരും. ലൈറ്റ് ഊരാനും ഭയങ്കര എളുപ്പമാണ്. അത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് വെളിയിലേക്ക് വലിച്ചെടുക്കണം. ഒത്തിരി ഹാർഡായിട്ട് വലിക്കല്, അത് ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ഊരിപ്പോയെന്ന് പറയണം. പിന്നെ എൻ്റെ കവറിൻ്റെ മുകളിലും ഡേഞ്ചർ ഹൈ വോൾട്ടേജിന് എഴുതിയിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ മുകളിലും ബൾബിൻ്റെ മുകളിലും ഹൈ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇഗ്നിഷൻ എല്ലാം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. സോ റീപ്ലേസ്മെൻറ്റ് ബൾബ് വാങ്ങിക്കുന്നത് മോഡൽ നമ്പറും സീരിയൽ നമ്പർ കറക്റ്റ് ആയിരിക്കണം. D1S ആണ് ഈ സീരിയൽ നമ്പറിൻ്റെ ലൈറ്റിൻ്റെ. ഇത് വേറെ 2-3 മോഡൽസും കൂടി വരുന്നുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് DMXൻ്റെ ഒരു HIDs വാങ്ങിച്ചു. ഇത് ഒത്തിരി വിലയില്ല, ചീപ്പായിട്ടുള്ള സാധനമാണ്, ചൈനീസാണ്. പക്ഷേ 2 years വാറണ്ടി കമ്പനി പറഞ്ഞുകൊണ്ട് ഇത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഫിലിപ്സിൻ്റെ എടുക്കാം, ഓസ്റാമിൻ്റെ എടുക്കാം, വേറെ കുറേ നല്ല നല്ല ബ്രാൻഡ്സും കൂടി ഉണ്ട്. ഇത് തുറന്നപ്പോഴത്തേക്കും സെയിം സീരീസും സെയിം സീരിയൽ നമ്പറും സെയിം വോൾട്ടേജ് എല്ലാം കറക്റ്റാണ്. പക്ഷേ ഇത് ബ്ലൂ ആണ് ഇതിൽ. പക്ഷേ നമ്മുടെ 4300 കെൽവിൻ ലൂമൻസ് ഒക്കെയാണ്, കറക്റ്റാണ് അതെല്ലാം. പക്ഷേ ഇത് ബ്ലൂ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഒറിജിനൽ വന്നേക്കുന്ന ട്രാൻസ്പെറൻറ്റ് കളറാണ്. സോ നിങ്ങൾക്ക് DMXന് D1S. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്, 35 വാട്ട്. അപ്പോൾ അത് വോൾട്ടേജും നമ്മുടെ മോഡൽ നമ്പറും സീരിയൽ നമ്പറും കറക്റ്റാണോ നോക്കണം റീപ്ലേസ്മെൻറ്റ് ബൾബ് വാങ്ങിക്കുമ്പോഴത്തേക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കാം, സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് ടാബ് ഇതിൻ്റെ അകത്തുനിന്ന് ഊരി ഇപ്പുറത്ത് വെക്കണം. അപ്പോൾ അത് ഒറിജിനലിൻ്റെ അത് ആ പ്ലാസ്റ്റിക് ടാബ് ഉണ്ട്. ആ പ്ലാസ്റ്റിക് ടാബ് ആണ് അത് ലോക്ക് ചെയ്യാനാണ് സഹായിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ ഫോണിൽ ക്യാമറ പിടിച്ച് ഇത് ഊരാൻ നോക്കുമ്പോൾ കുറച്ച് പാടാണ് അത്. പക്ഷേ ഇത് ഊരാൻ ഒത്തിരി ഒട്ടുമില്ല. ഈ ഒരു ലോക്കാണ്. ഈ ലോക്ക് അങ്ങ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടാബ് ഊരിപ്പോരും. ആ പ്ലാസ്റ്റിക്കിൻ്റെ ടാബ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ടാബ് തുറന്നു കഴിഞ്ഞാൽ ഈ തുറന്ന് അപ്പുറത്തെ പുതിയ ബൾബിലേക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ടാബ് സെയിം രീതിയിൽ തന്നെ നമുക്കിത് പ്ലേസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പം ഉള്ള പരിപാടി. അത് ഒത്തിരി ടഫ് ഒന്നുമല്ല. ഒരു ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീപ്ലേസ്മെൻറ്റ് ബൾബ് വാങ്ങിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇത് ഞാനിപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ആ പ്ലാസ്റ്റിക് ടാബ് ഊരി പുതിയതിലേക്ക് ഫിറ്റ് ചെയ്തു. സോ ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ലോക്കാവും. അപ്പോൾ നമ്മൾ ഊരിയ സെയിം രീതിയിൽ തന്നെ നമ്മൾ തിരിച്ച് റീപ്ലേസ് അകത്തേക്ക് ചെയ്യണം. നമ്മുടെ ആ കണക്ടർ പൊസിഷൻ എപ്പോഴും താഴെ ആയിരിക്കും. കുറച്ച് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഇതായിട്ടായിരിക്കും അകത്ത് കയറുന്നത്. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റ് സെൻറ്ററായിട്ട് വരും. എന്നിട്ട് നമുക്ക് ആ കണക്ടർ തിരിച്ച് കണക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് വലിയ ലോക്കോ സിസ്റ്റം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കണക്ടറാണ്. അത് കണക്ടർ പോലെയാണ്, ഓട്ടോമാറ്റിക് അത് ക്ലിക്കാവും. അത് ക്ലിക്കായി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൈയൊന്നും തൊടല്ല. പിന്നെ ഒത്തിരി അമക്കി പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് കറക്റ്റ് ഹോളിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഊരിയ സെയിം തന്നെ തിരിച്ച് കയറ്റിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാവും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് ലോ ബീം ലൈറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ രണ്ടും ഒരുമിച്ചാണ് മാറേണ്ടത്. ഓരോന്നും കംപ്ലയിൻ്റ് ആയ രണ്ടാമത്തെ കംപ്ലയിൻ്റ് ആവേണ്ടതാണ്. പക്ഷേ കംപ്ലയിൻ്റ് ആയാൽ ഞാൻ പിന്നെ എപ്പോഴും മാറ്റിക്കോളാം, സെറ്റായിട്ട് നമുക്ക് കിട്ടിയതുകൊണ്ട്. സോ വെരി സിമ്പിളാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് മാറ്റിക്കൊള്ളണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കുറേ വീഡിയോസിന് വേണ്ടി. താങ്ക് യു.